ആരോപണം ഉന്നയിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്തു. തട്ടിപ്പ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടിയെടുത്തു. തട്ടിപ്പ് നടത്തി ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല. ഇതെന്തൊരു പാർട്ടിയാണ്, എന്തൊരു പാർട്ടിയാണ് അത്? ഞങ്ങൾ പറഞ്ഞല്ലോ, SITയുടെ മീതെ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും മൊഴിയെടുത്തോട്ടെ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. 2019 ഈ കളവ് നടന്നത് ആണല്ലോ. അന്ന് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, LDF ഭരണമാണ്. അവർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ആണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും. അവരാണ് കളവ് നടത്തിയതിൻ്റെ പേരിൽ 2 ദേവസ്വം ബോർഡ് മെമ്പർമാർ ജയിലിൽ കിടക്കുകയാണ്. അത് CPMനും CPM വെച്ച നേതാക്കൾക്കും ആണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിൽ പങ്ക്. പിന്നെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തു വേണേലും ചെയ്തോ. ഫോട്ടോ എടുത്തതിൻ്റെ പേരിലാണെങ്കിൽ ഇയാൾ കള്ളനാണ് എന്ന് പുറത്തു വരുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നിൽക്കുമോ? ഇദ്ദേഹം കള്ളനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നോ? അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ ലോകസഭാ സീറ്റിൽപ്പെട്ട ഒരാളാണ്, ഒരു വോട്ടറാണ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ട് പുകമുറ ഉണ്ടാക്കി കുറേ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയാൽ CPM പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. സ്വർണം കട്ടത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതിനാണ് 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്നത്. അന്വേഷണം ഒന്നും കൂടി നീണ്ടുപോയാൽ ക്യൂവിൽ നിൽക്കുന്ന കുറേ പേര് കൂടി അകത്ത് വരും. അതും CPM നേതാക്കളായിരിക്കും, ഒരു സംശയം വേണ്ട. അല്ല, സ്വർണം കട്ടവൻ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്നും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പങ്കെടുന്നെന്നും. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, അതുകൂടി കേട്ടോ കമ്മ്യൂണിസ്റ്റുകാർ. മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു. പൊതുമരാമത്ത് മന്ത്രി ഏതോ ഒരു വ്ളോഗറെ കൊണ്ടുവന്ന് ഇവിടെ ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി. വ്ളോഗറെ കൊണ്ടുവന്നു, മനസ്സിലായോ? ഒരു സ്ത്രീ ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ ചാര വനിതയാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ആളുകൾ ഭയങ്കരമായി പറഞ്ഞു റിയാസിന് പങ്കുണ്ട്, ചാര വനിതയായിട്ട് ബന്ധമുണ്ട്, മന്ത്രിക്ക് ബന്ധമുണ്ട്, ടൂറിസം വകുപ്പിന് ബന്ധമുണ്ട്. ഞാനാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും പറയാത്ത വർത്തമാനം. ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് അവരിവിടെ വന്ന് അവർ സ്പൈ ആണെങ്കിൽ അവരെ ഇവിടെ ബ്ലോഗറായി ആരെങ്കിലും കൊണ്ടുവരുമോ? അതുകൊണ്ട് റിയാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. എന്നാൽ നിലപാടെടുത്തത് ഞങ്ങളാ. അന്തസ് വേണം, അന്തസ്. ആ മര്യാദ ഇല്ല, ആ അന്തസ്സും മര്യാദയും CPMനില്ല. ഞാനാ പറഞ്ഞത്. അന്നത്തെ കൊണ്ട് മന്ത്രി റിയാസിനെതിരായിട്ടുള്ള വിവാദം അവസാനിച്ചു. പിന്നെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോലും കൊടുത്തിട്ടില്ല. രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ പലരുടെയും കൂടെ ഫോട്ടോ എടുക്കും. നാളെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര പേര് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കും? ചിലപ്പോൾ തോളെ കൈയിടും ആളുകൾ, നമുക്ക് പരിചയമില്ലാത്തവർ. നാളെ അയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഞാനും അയാളോട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്ന പടം വരും. എന്നിട്ട് തോളെ കൈയിട്ടിരിക്കുക ഭയങ്കര ബന്ധമാണെന്നും പറയും. തോളെ കൈയിട്ട് നമ്മുടെ തോളെ കൈയിടുന്നവരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുള്ളവരാണ്. ഫോട്ടോ എടുക്കാൻ വന്നവരൊക്കെ ഇപ്പോൾ തോളെ കൈയിടും. അതൊക്കെ പറയണതിനൊരു മര്യാദ അന്തസ്സും വേണം. ആ അന്തസ്സും മര്യാദ CPMനില്ല. അപ്പോൾ ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായല്ലോ. അന്ന് അനുമതി തന്നില്ല. ഗവൺമെൻറ്റും തന്നില്ല, മുഖ്യമന്ത്രിയും തന്നില്ല, സ്പീക്കറും തന്നില്ല. എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇത് പറയാണ് ചർച്ച നടത്താൻ അവസരം തരുമായിരുന്നു, തന്നില്ലെന്ന്. നോട്ടീസ് കൊടുത്തിട്ട് തന്നില്ല. പിന്നെ അവരുടെ സൗകര്യത്തിന് തന്നാൽ പോരല്ലോ. പിന്നെ ഞങ്ങൾ ഡിമാൻഡ് വെച്ചല്ലോ. ഈ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. എന്താ കാര്യം? എന്താ കോടതി പറഞ്ഞത്? 2019 ഇത് കൊണ്ടുപോയി കോടീശ്വരന് വിറ്റു, ദ്വാരപാലക ശില്പം. ആരും പുറത്തറിഞ്ഞില്ല. അപ്പം 2024 ആയപ്പോൾ കോടതി പറഞ്ഞത് ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി. അതായത് വ്യാജമായ ഒരാവശ്യം, പെട്ടെന്നുള്ള അടിയന്തര ആവശ്യം ഉണ്ടാക്കി വീണ്ടും ഇത് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ ആരാ ദേവസ്വം മന്ത്രി? വാസവൻ. അപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ആരാ? പ്രശാന്ത്. ഇവിടുന്ന് കൊണ്ടുപോകരുത് എന്ന് തിരുവാഭരണ കമ്മീഷണർ ലെറ്റർ എഴുതിയിട്ട് ഈ കൊണ്ടുപോയേ പറ്റുള്ളൂ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഞാൻ പറഞ്ഞതല്ല, കോടതിയാണ് പറഞ്ഞത്. അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, കേരളത്തിലെ ഹൈക്കോടതിയാണ് പറഞ്ഞത്. അത് മറക്കണ്ട. ആ കട്ടവരാണ് ജയിലിൽ കിടക്കുന്നത്, CPM നേതാക്കൾ. എന്നിട്ട് അവരെ നടപടി പോലും ഇല്ല. മനസ്സിലായോ? ആ, ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ചിത്രം വന്നു എന്നതിൻ്റെ പേരിൽ മാത്രം നമുക്ക് പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്.